നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് റിഫ്ലക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് വേവ് ആണ്. ഇതിന് നമ്മൾ ആദ്യം ഒരു ബൗണ്ടറി നമ്മളിവിടെ കൺസിഡർ ചെയ്യുക. ഇങ്ങനൊരു ബൗണ്ടറി, ഈ ബൗണ്ടറിയിൽ മീഡിയം 1, ഈ ബൗണ്ടറിക്ക് അപ്പുറം മീഡിയം 2. ഇവിടെ ഒരു വേവ് ഈ ബൗണ്ടറിയിൽ വന്ന് ഇടിച്ചു വിത്ത് എ വെലോസിറ്റി v1. സോ അത് ഇൻസിഡൻറ്റ് വേവ് ആണ്. കുറച്ച് ഭാഗം ഇതിൽ ട്രാൻസ്മിറ്റ് ചെയ്തു, ദാറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് വേവ്. ദിസ് ഈസ് ഇൻസിഡൻറ്റ് വേവ്. കുറച്ച് റിഫ്ലക്റ്റും ചെയ്തു, സോ ദാറ്റ് ഈസ് റിഫ്ലക്റ്റഡ് വേവ്. ഓക്കെ, ഇൻസിഡൻറ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ, ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് AT, റിഫ്ലക്റ്റഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് AR. ഇത്രയും കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇനി 2-3 ഫോർമുലാസാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അതായത് AT, ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഫോർമുല സ്മോൾ AT ഇൻറ്റു ക്യാപിറ്റൽ A. സ്മോൾ ATയുടെ പേര് ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻ്റ് എന്നാണ്. സ്മോൾ AT എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻ്റ്. ഇനി റിഫ്ലക്റ്റഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് AR ഇൻറ്റു A എന്നാണ്. സോ AR ഇസ് ഈക്വൽ ടു റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് എന്നാണ്. റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ്. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ ഇത്രയും കാര്യങ്ങളിവിടെ പഠിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. സോ നമുക്ക് നോക്കാം. ഇത് ട്രാൻസ്മിറ്റഡ് വേവ്, അതിൻ്റെ ഇക്വേഷൻ ട്രാൻസ്മിറ്റഡ് അല്ല, ഇൻസിഡൻറ്റ് വേവ് YI. ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇത് റൈറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്, ωt - kx എന്ന് കൊടുക്കാം. കുറച്ച് റിഫ്ലക്റ്റ് ചെയ്തു, YR എന്ന് വിളിച്ചു. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ ഇക്വേഷൻ A sin ωt പ്ലസ് kx എന്ന് കൊടുക്കാം. ദിസ് ഈസ് AR, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ റിഫ്ലക്റ്റഡ് വേവ്. ഇനി കുറച്ച് ഭാഗം ട്രാൻസ്മിറ്റ് ചെയ്തു, ദാറ്റ് ഈസ് YT. ഇക്വേഷൻ AT ഇൻറ്റു സെയിം ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് വേവ് ആണ്, അതുകൊണ്ട് ωt - kx. ഇത് നമ്മൾ പഠിച്ചു വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്, എല്ലാവരും പഠിച്ചു വെക്കണം. ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഫോർമുല. ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഫോർമുല ഇവിടെ നോക്കുക. ഇൻസിഡൻറ്റ് വേവ്, ഓക്കെ, ഇൻസിഡൻറ്റ് വേവിനെ നമുക്ക് A sin ωt - kx എന്ന് വിളിച്ചു. നമുക്കറിയാം k = 2π/λ. അപ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ലാംഡ എന്തായാലും വ്യത്യാസം വരും. അപ്പോൾ kയും വ്യത്യാസം വരും. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് വിളിച്ചു? K1 എന്ന് വിളിച്ചു. സോ ഇവിടെ നോക്കുക, മീഡിയം 1, മീഡിയം 2. മീഡിയം 1ൽ ഇൻസിഡൻറ്റ് വേവ്, അപ്പോൾ അതിൻ്റെ വേവ് ലെങ്ത് λ1. മീഡിയം 2ലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ വേറൊരു മീഡിയമാണ് അല്ലേ, അപ്പോൾ വേവ് ലെങ്ത് ചേഞ്ച് ചെയ്യും, അത് λ2 എന്ന് വിളിച്ചു. വേവ് ലെങ്ത് ചേഞ്ച് ചെയ്യുമ്പോൾ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ ഫോർമുല 2π/λ ആണ്. പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റും വ്യത്യാസം വരും. അപ്പോൾ ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റിനെ K2 എന്ന് വിളിച്ചു. റിഫ്ലക്റ്റഡ് വേവിൻ്റെ എന്ത് തന്നെയാണ്? K1 ആണ്. സോ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് ഇൻസിഡൻറ്റ് വേവിൻ്റെ K1 ആണ്, ഇൻസിഡൻറ്റ് വേവിൻ്റെ K1 ആണ്, റിഫ്ലക്റ്റഡ് വേവിൻ്റെ K1 ആണ്, ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ K2 ആണ്. കാര്യം ട്രാൻസ്മിറ്റഡ് വേവ് മാത്രമാണ് മീഡിയം 2ലുള്ളത്. ഇനി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ ഫോർമുല എല്ലാവരും പഠിച്ചു വയ്ക്കണം. 2K1 ഡിവൈഡഡ് ബൈ K1 + K2 ഇൻറ്റു ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഒറിജിനൽ വേവ്. ഇൻസിഡൻറ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 2K1 ഡിവൈഡ് ബൈ K1 + K2. അടുത്ത ഫോർമുല 2V2 ഡിവൈഡഡ് ബൈ V1 + V2 ഇൻറ്റു A. ഇത് വേറൊരു ഫോർമുല മാത്രം പഠിച്ചാൽ മതി. V1 എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് ദ ഇൻസിഡൻറ്റ് വേവ് ആണ്, മറക്കണ്ട. V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ഇൻസിഡൻറ്റ് വേവ്. ഓക്കെ, സോ ദിസ് ഈസ് ഇൻസിഡൻറ്റ് വേവ്. V2 ഈസ് ദ വെലോസിറ്റി ഓഫ് ട്രാൻസ്മിറ്റഡ് വേവ്. ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ ആണ് വെലോസിറ്റിയും വേവ് ലെങ്തും ഒക്കെ ചേഞ്ച് ചെയ്യുന്നത്. ഇൻസിഡൻറ്റ് വേവിൻ്റെയും റിഫ്ലക്റ്റഡ് വേവിൻ്റെയും Kയും സെയിം ആണ്, വെലോസിറ്റിയും സെയിം ആണ്. ക്ലിയർ ആണല്ലോ?
മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഫോർമുലയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. 2v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2 ഇൻറ്റു എ. സോ നെക്സ്റ്റ് കാര്യം ഇവിടെ നോക്കാം. സോ ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഒന്നുകൂടെ എഴുതാം. ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ ഫോർമുല വെലോസിറ്റി ടേമിലാണെങ്കിൽ ഇൻറ്റു എ. ദിസ് ഈസ് ഈക്വൽ ടു 80 ഇൻറ്റു എ ആണ്, വേറെ 80 ഈസ് ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻ്റെ ഫോർമുല കിട്ടി 2v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2 അല്ലെങ്കിൽ 2k1 ഡിവൈഡ് ബൈ k1 പ്ലസ് k2. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് റിഫ്ലക്റ്റഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഫോർമുല പഠിച്ചു വയ്ക്കണം. റിഫ്ലക്റ്റഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഫോർമുല ഇതാണ്. k1 മൈനസ് k2. റിഫ്ലക്റ്റഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഫോർമുല k1 മൈനസ് k2 ഡിവൈഡഡ് ബൈ k1 പ്ലസ് k2 ഇൻറ്റു ആംപ്ലിറ്റ്യൂഡ്, അല്ലെങ്കിൽ v2 മൈനസ് v1 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2 ഇൻറ്റു ആംപ്ലിറ്റ്യൂഡ്. ദിസ് ഈസ് സ്മോൾ AR ഇൻറ്റു എ. സ്മോൾ AR എന്ന് വെച്ചാൽ ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻ്റ് ആണ്. അതിൻ്റെ ഫോർമുല k1 മൈനസ് k2 ബൈ k1 പ്ലസ് k2 അല്ലെങ്കിൽ v2 മൈനസ് v1 ഡിവൈഡ് ബൈ v1 പ്ലസ് v2. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്, k എന്ന് വെച്ചാൽ ഒമേഗ ബൈ v ആണ്. അപ്പോൾ k ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വെലോസിറ്റി ആണ്. അതുകൊണ്ടാണ് ഇവിടെ k1 വന്നപ്പോൾ ഇവിടെ v2 വന്നത്, ഇവിടെ k1 മൈനസ് k2 വന്നപ്പോൾ ഇവിടെ v2 മൈനസ് v1 വന്നത്. k ഈക്വൽ ടു ഒമേഗ ബൈ v ആണ്. അപ്പോൾ നമ്മളിവിടെ ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻ്റ് പറഞ്ഞു, അതേപോലെ തന്നെ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റും പറഞ്ഞു. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഇൻസിഡൻറ്റ് വേവ് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ട്രാൻസ്മിറ്റും ചെയ്യാം, അതുപോലെ തിരിച്ച് പഴയ മീഡിയത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഇവിടെ നോക്കാം, ഒരു വേവ് ഇങ്ങനെ വന്നിടിച്ചു, ഒരു മീഡിയത്തിൽ ഈ വേവ് ഇങ്ങനെ വന്നിടിച്ചു. ഓക്കെ, ഇനി ആ വേവ് എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. സോ ഇതാണ് റിഫ്ലക്റ്റ് ചെയ്ത്. സോ ദിസ് ഈസ് ഇൻസിഡൻറ്റ് വേവ് ആൻഡ് ദിസ് ഈസ് റിഫ്ലക്റ്റഡ് വേവ്. റിഫ്ലക്റ്റഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഫോർമുല AR ഇൻറ്റു ക്യാപിറ്റൽ A ആണ്. ARൻ്റെ ഫോർമുല എന്താണ്? വെലോസിറ്റിയുടെ ഇതിൽ എഴുതിയാൽ v2 മൈനസ് v1 ഡിവൈഡ് ബൈ v1 പ്ലസ് v2 ഇൻറ്റു A ആണ്. ഇനി നോക്കുക, ദിസ് ഈസ് മീഡിയം 1, ദിസ് ഈസ് മീഡിയം 2. ഫോർ എക്സാമ്പിൾ v2 ഗ്രേറ്റർ ദാൻ v1. ഓക്കെ, v2 ഗ്രേറ്റർ ദാൻ v1 എന്ന് വെച്ചാൽ സെക്കൻഡ് മീഡിയത്തിൽ വെലോസിറ്റി കൂടുതലാണ്. അപ്പോൾ സെക്കൻഡ് മീഡിയം ഏത് മീഡിയമാണ്? റെയറർ മീഡിയം. ഫസ്റ്റ് മീഡിയം ഏതാണ്? ഡെൻസർ മീഡിയം. സോ വേവ് തട്ടി തിരിച്ചു വരുന്നത് റെയറർ ബൗണ്ടറി എന്നാണ്. അപ്പോൾ നമുക്കിവിടെ എഴുതാം വേവ് റിഫ്ലെക്സ് ഫ്രം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വേവ് റിഫ്ലെക്സ് ഫ്രം റെയറർ ബൗണ്ടറി. റെയറർ ബൗണ്ടറിയിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്തു. അങ്ങനെ റെയറർ ബൗണ്ടറിയിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോളുക. ARൻ്റെ വാല്യൂ v2 മൈനസ് v1 ഡിവൈഡ് ബൈ v1 പ്ലസ് v2 ആണ്. നമുക്കറിയാം v2 ഗ്രേറ്റർ ദാൻ v1 ആണ്. അപ്പോൾ v2 മൈനസ് v1 ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. ഓക്കെ, v1 പ്ലസ് v2 എന്തായാലും ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. അതിനർത്ഥം AR പോസിറ്റീവ് ആണ്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് റിഫ്ലക്റ്റഡ് വേവ് ഇസ് ഈക്വൽ ടു AR ഇൻറ്റു ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇൻസിഡൻറ്റ് വേവ്. അപ്പം AR റിഫ്ലക്റ്റഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് പോസിറ്റീവാണ്, ഇൻസിഡൻറ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡും പോസിറ്റീവാണ്. എന്ന് വെച്ചാൽ ഇൻസിഡൻറ്റ് വേവും റിഫ്ലക്റ്റഡ് വേവും സെയിം ഫേസിലാണ്. ഇൻസിഡൻറ്റ് വേവിൻ്റെ ഫേസ് ഏതാണോ അതുപോലെ തന്നെയാണ് റിഫ്ലക്റ്റഡ് വേവിൻ്റെയും ഫേസ്. പക്ഷേ ഏത് ബൗണ്ടറിയിൽ നിന്ന് വേണം തട്ടി തിരിച്ചു വരാൻ? റെയറർ ബൗണ്ടറിയിൽ നിന്ന് തട്ടി തിരിച്ചു വന്നാൽ മാത്രമാണ് ഇൻസിഡൻറ്റ് വേവും റിഫ്ലക്റ്റഡ് വേവും സെയിം ഫേസിലാവുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, അത് നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. ഇൻസിഡൻറ്റ് വേവ് മീഡിയം 1ൽ നിന്ന് മീഡിയം 2ലേക്ക് പോകുന്നു.
പക്ഷെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മീഡിയം 1-ൽ വെലോസിറ്റി കുറവാണ് അല്ലേ, മീഡിയം 2-ൽ വെലോസിറ്റി കൂടുതലാണ്. വെലോസിറ്റി കൂടുമ്പോൾ മീഡിയം റയറാണ്. സോ വേവ് ഈസ് റിഫ്ലക്റ്റഡ് ഫ്രം ബൗണ്ടറി ഓഫ് റയറർ മീഡിയം. So V2 is positive, V2 minus V1 is positive, so the entire term is positive. So if amplitude of the incident wave is positive, then amplitude of reflected wave is also positive. എന്ന് വെച്ചാൽ റയറർ മീഡിയത്തിൻ്റെ ബൗണ്ടറിയിൽ നിന്ന് തട്ടി തിരിച്ച് വന്നാൽ അവിടെ ഫേസിന് യാതൊരു വ്യത്യാസവും വരത്തില്ല, ഡയറക്ഷൻ മാത്രമേ റിവേഴ്സ് ആവുള്ളൂ. ഓക്കെ അല്ലേ, മനസ്സിലായല്ലോ? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത കാര്യം നോക്കുക. ഇത് ബൗണ്ടറി, ഒരു വേവ് ഇങ്ങനെ ട്രാവൽ ചെയ്തു, ഇവിടുത്തെ വെലോസിറ്റി V1, ഇത് റയറർ മീഡിയമായിട്ട് എടുക്കുക. ഇത് റയർ മീഡിയമായിട്ട് എടുക്കുക, ഇത് ഡെൻസർ മീഡിയമായിട്ട് എടുക്കുക, ഇവിടുത്തെ വെലോസിറ്റി V2 ആയിട്ട് എടുക്കുക. ട്രാൻസ്മിറ്റഡ് വേവ് എപ്പോഴും ഇങ്ങനെ ട്രാവൽ ചെയ്യുള്ളൂ. നമുക്കിവിടെ നോക്കാം എന്താണ് ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ ഫോർമുല എന്നുള്ളത് ആദ്യം നോക്കണം. ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഫോർമുല AT ആണ്. AT ഈസ് ഈക്വൽ ടു സ്മോൾ AT ഇൻറ്റു ക്യാപിറ്റൽ A. സ്മോൾ AT എന്ന് വെച്ചാൽ ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻ്റ് ആണ്. സ്മോൾ AT എന്താണ്? ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻ്റ്. എന്താണ് ഇതിൻ്റെ ഫോർമുല? 2V1 V2 ഡിവൈഡ് ബൈ V1 പ്ലസ് V2. ഈ ടേം എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇൻസിഡൻറ്റ് വേവ് പോസിറ്റീവ് ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ട്രാൻസ്മിറ്റഡ് വേവും എന്ത് തന്നെയാണ്? പോസിറ്റീവ്. ബിക്കോസ് V1 V2 എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ റയറർ ടു ഡെൻസർ ട്രാവൽ ചെയ്താലും ഡെൻസർ ടു റയറർ ട്രാവൽ ചെയ്താലും ഇതിൻ്റെ ഫേസിന് യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഫേസ് ഡിഫറൻസ് ഈസ് 0. ബോത്ത് ആർ ഇൻ ഫേസ്. ബോത്ത് ആർ ഇൻ ഫേസ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, നിങ്ങൾ ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻ്റെ ഫോർമുല പഠിച്ചു വെക്കണം. റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റെ ഫോർമുല പഠിച്ചു വെക്കണം. ഇൻസിഡൻറ്റ് വേവ് ട്രാവൽ ചെയ്യുന്ന മീഡിയത്തിൻ്റെ വെലോസിറ്റിയാണ് V1. ട്രാൻസ്മിറ്റഡ് വേവ് ട്രാവൽ ചെയ്യുന്ന മീഡിയത്തിൻ്റെ വെലോസിറ്റിയാണ് V2. ഓക്കെ. ഇനി റയറർ ടു ഡെൻസർ ആണ് വേവ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഡെൻസർ മീഡിയത്തിൻ്റെ ബൗണ്ടറിയിൽ തട്ടിയാണ് ഇവൻ തിരിച്ചു വരുന്നത്. ഡെൻസർ മീഡിയത്തിൻ്റെ ബൗണ്ടറിയിൽ തട്ടിയാണ് ഇവൻ തിരിച്ചു വരുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ ഫേസ് ഡിഫറൻസ് 180 ആണ്, ഔട്ട് ഓഫ് ഫേസ് ആണ്. ഇനി വേവ് ഡെൻസറിൽ നിന്ന് റയറിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ റയർ മീഡിയത്തിൻ്റെ ബൗണ്ടറിയിലാണ് ഇവൻ തട്ടി തിരിച്ചു വരുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും സെയിം ഫേസിലായിരിക്കും, ഫേസ് ഡിഫറൻസ് 0 ആയിരിക്കും. അപ്പോൾ റയറർ മീഡിയത്തിൻ്റെ ബൗണ്ടറിയിൽ നിന്നാണ് തട്ടിത്തിരിക്കുന്നതെങ്കിൽ റിഫ്ലക്റ്റഡ് വേവും ഇൻസിഡൻറ്റ് വേവും സെയിം ഫേസ്. ഡെൻസർ മീഡിയത്തിൻ്റെ ബൗണ്ടറിയിൽ നിന്നാണ് തട്ടിത്തിരിച്ചു വരുന്നതെങ്കിൽ റിഫ്ലക്റ്റഡ് വേവും ഇൻസിഡൻറ്റ് വേവും ഔട്ട് ഓഫ് ഫേസ് ആണ്. ട്രാൻസ്മിറ്റഡ് വേവ് ഇനി റയർ ടു ഡെൻസർ ആയാലും ഡെൻസർ ടു റയർ ആയാലും സെയിം ഫേസ് തന്നെ ആയിരിക്കും. അവരുടെ ഫേസ് ചേഞ്ച് എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. അതായത് ഒരു സ്ട്രിങ് ഇങ്ങനെ എടുക്കുന്നു. ആ സ്ട്രിങ്ങിൽ കുറച്ചുകൂടെ തിക്നെസ് കൂടിയൊരു സ്ട്രിങ്. ഓക്കെ, ഒരു സ്ട്രിങ് ഇങ്ങനെ, പിന്നെ കുറച്ചുകൂടെ തിക്നെസ് കൂടിയൊരു സ്ട്രിങ് ഇങ്ങനെ എടുക്കുന്നു. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ 2 സ്ട്രിങ് എടുത്തു. അപ്പോൾ നമുക്കറിയാം ഈ സ്ട്രിങ്ങിൽ കൂടെ പോകുന്ന വേവിൻ്റെ വെലോസിറ്റി V1 ആണെങ്കിൽ ഈ സ്ട്രിങ്ങിൽ കൂടെ പോകുന്നതിൻ്റെ വെലോസിറ്റി V2 ആണ്. സോ കൂടുതൽ ഡെൻസർ ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ തിക്നെസ് ആയിട്ടുള്ള സ്ട്രിങ് രണ്ടാമത്തെ സ്ട്രിങ് ആണ്. നമുക്ക് ക്ലിയർലി V2
ക്ലിയർലി ഇവിടുത്തെ വെലോസിറ്റി നമുക്ക് V2 എന്ന് കൊടുക്കാം. സോ ക്ലിയർലി ഇവിടെ V2 ലെസ് ദാൻ V1 എന്ന് കൊടുക്കാം. സോ സെക്കൻഡ് സ്ട്രിങ്ങിന് തിക്നെസ് കൂടുതലാണ്. അപ്പോൾ സെക്കൻഡ് സ്ട്രിങ് ഡെൻസർ മീഡിയമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിച്ചോളുക. ഒരു വേവ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് വന്നാൽ ആ വേവ് സെക്കൻഡ് സ്ട്രിങ്ങിൽ കൂടെ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം ട്രാൻസ്മിറ്റഡ് വേവിൻ്റെയും ഇൻസിഡൻറ്റ് വേവിൻ്റെയും ഫേസ് ഡിഫറൻസ് 0 ആണ്. അപ്പോൾ ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഇതും എന്ത് തന്നെയാണ്? പോസിറ്റീവാണ്. ഇനി ദിസ് ഈസ് കൺസിഡർ ആസ് റെയറർ ആൻഡ് ദിസ് ഈസ് കൺസിഡർ ആസ് ഡെൻസർ. ഇനി റിഫ്ലക്റ്റ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി കൂടെ പറഞ്ഞാൽ, ഇങ്ങനെ വന്നിടിച്ചു, എന്നിട്ട് നമ്മുടെ ഇതാണല്ലോ ഡെൻസർ മീഡിയം അല്ലെങ്കിൽ തിക്നെസ് കൂടുതലുള്ളത്, അവിടുത്തെ വെലോസിറ്റി V2 ആണ്. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കും? റിഫ്ലക്ഷൻ നടക്കും. റിഫ്ലക്ഷൻ നടക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും വേവ് ട്രാവൽ ചെയ്യും. ഇത് പോസിറ്റീവാണെങ്കിൽ ഇത് നെഗറ്റീവാണ്. ദിസ് ഈസ് ഇൻസിഡൻറ്റ് വേവ്, ദിസ് ഈസ് റിഫ്ലക്റ്റഡ് വേവ്, ദിസ് ഈസ് ട്രാൻസ്മിറ്റഡ് വേവ്. ഇറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം റെയറർ ടു ഡെൻസർ. ക്ലിയർ അല്ലേ? അടുത്തത് നോക്കാം. തിക്നെസ് കൂടിയ സ്ട്രിങ്ങും തിക്നെസ് കുറഞ്ഞ സ്ട്രിങ്ങും. സോ ഒരു വേവ് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, സ്ട്രിങ് വഴി സ്റ്റാർട്ട് ചെയ്തു. ആംപ്ലിറ്റ്യൂഡ് പോസിറ്റീവാണ്, ഇൻസിഡൻറ്റ് വേവാണ്. ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും അതേ ഫേസിൽ തന്നെയാണ്. ഇനി ഇവിടെ നോക്കുക. ദിസ് ഈസ് റെയറർ ആൻഡ് ദിസ് ഈസ് ഡെൻസർ. സോ ഒരു വേവ് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ വന്ന് ഇടിച്ചിട്ട് ഇത് റെയറർ മീഡിയമായിട്ട് എടുക്കാം. ഇതാണ് ബൗണ്ടറി. ഈ ബൗണ്ടറി ചെന്ന് തട്ടി റിഫ്ലക്റ്റ് ചെയ്യും. റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അവിടെ യാതൊരു ഫേസ് ചേഞ്ചും ഉണ്ടായിരിക്കുന്നതല്ല. ദിസ് ഈസ് ഇൻസിഡൻറ്റ് വേവ് ആൻഡ് ദിസ് ഈസ് റിഫ്ലക്റ്റഡ് വേവ്. A is positive for both waves. A is positive for both waves. കാര്യം this is reflection from rarer boundary. റെയറർ മീഡിയത്തിൻ്റെ ബൗണ്ടറി എന്നാണ് തട്ടുന്നതെങ്കിൽ ഇൻസിഡൻറ്റ് വേവിൻ്റെയും റിഫ്ലക്റ്റഡ് വേവിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് 0 ആയിരിക്കും. ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ കേസിൽ എങ്ങനെ ട്രാവൽ ചെയ്താലും ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഇൻസിഡൻറ്റ് വേവ് ആയിരിക്കും. ഫേസ് 0, ഫേസ് ഡിഫറൻസ് 0 ആയിരിക്കും, സെയിം ഫേസിലായിരിക്കും. ഓക്കെ. ഒരു വേവ് ഡെൻസർ മീഡിയത്തിൻ്റെ ബൗണ്ടറി എന്നാണ് തട്ടുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ കേസാണെങ്കിൽ ഇൻസിഡൻറ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് പോസിറ്റീവാണ്. ഇപ്പോൾ ഇത് പറഞ്ഞത് റെയർ മീഡിയത്തിൻ്റെ ബൗണ്ടറി എന്നാണ്. റെയർ മീഡിയത്തിൻ്റെ ബൗണ്ടറിയിൽ തട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇൻസിഡൻറ്റ് വേവ് പോസിറ്റീവ് ആണെങ്കിൽ റിഫ്ലക്റ്റഡ് വേവ് പോസിറ്റീവാണ്. ഇനി ഇവിടെ നോക്കുക. ഇങ്ങനൊരു വേവ് ട്രാവൽ ചെയ്തു. ദിസ് ഈസ് ഡെൻസർ, ദിസ് ഈസ് റെയർ. അപ്പോൾ തിരിച്ച് പോകുന്ന വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡും പോസിറ്റീവ് തന്നെ ആയിരിക്കണം. സോ ദിസ് ഈസ് ഇൻസിഡൻറ്റ് വേവ്, ദിസ് ഈസ് റിഫ്ലക്റ്റഡ് വേവ്. ഇനി ഇവിടെ നോക്കുക. ഇത് മീഡിയം 1, ഇത് മീഡിയം 2. ഇനി ഇവിടെ ശ്രദ്ധിക്കുക. ദിസ് ഈസ് റെയറർ, ദിസ് ഈസ് ഡെൻസർ. മീഡിയം 1 നിന്ന് മീഡിയം 2ലേക്ക് വേവ് ട്രാവൽ ചെയ്തു. ഇങ്ങനൊരു വേവ് ട്രാവൽ ചെയ്തു. അപ്പോൾ അത് തിരിച്ച് വരാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് ഫേസ് ആണ്. ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് പോസിറ്റീവ് ആണെങ്കിൽ ദിസ് ഈസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് റിഫ്ലക്റ്റഡ് വേവ് നെഗറ്റീവാണ്. അതിൻ്റെ കാര്യം ഇവിടെ നോക്കാം. നമുക്ക് അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ARൻ്റെ ഫോർമുല V2 മൈനസ് V1 ഡിവൈഡ് ബൈ V1 പ്ലസ് V2. ഇവിടുത്തെ വെലോസിറ്റി V1,
ഇവിടുത്തെ വെലോസിറ്റി v1, ഇവിടുത്തെ വെലോസിറ്റി v2, ഡെൻസർ മീഡിയത്തെ വെലോസിറ്റി v2. പക്ഷേ ഡെൻസർ മീഡിയത്തിൽ വെലോസിറ്റി കുറവാണ്, അപ്പോൾ v2 ഈസ് നെഗറ്റീവ് ആണ്. അപ്പോൾ v2 മൈനസ് v1 ഈസ് നെഗറ്റീവ്. സോ ദ എൻറ്റയർ ടേം ഈസ് നെഗറ്റീവ്. സോ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ റിഫ്ലക്റ്റഡ് വേവ് ഈസ് ഈക്വൽ ടു AR ഇൻറ്റു ക്യാപിറ്റൽ A, വിച്ച് ഈസ് ദ എൻറ്റയർ ടേം ഈസ് നെഗറ്റീവ്. എൻറ്റയർ ടേം നെഗറ്റീവ് എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? ഒന്ന്, ആദ്യത്തെ കേസ് അതായത് ഡെൻസർ മീഡിയത്തിൻ്റെ ബൗണ്ടറിയിൽ നിന്നാണെങ്കിൽ ഇഫ് വേവ് റിഫ്ലെക്ട്സ് ഫ്രം boundary of denser medium, if wave reflects from boundary of denser medium, what happens? Reflected wave will be out of phase. Reflected wave will be out of phase. So the phase difference will be 180 degree. Phase difference will be 180 degree. Clear അല്ലേ? നെക്സ്റ്റ് പോർഷൻ നോക്കുക. ഒരു സ്ട്രിങ്ങിനെ രണ്ടറ്റത്ത് നമ്മൾ ക്ലാമ്പ് ചെയ്യുന്നു, എന്നിട്ട് അതിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേഷനറി വേവിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കുക, ഇവിടെ ഒരു സ്ട്രിങ് വരയ്ക്കുക. ആ സ്ട്രിങ്ങിൻ്റെ രണ്ടറ്റവും ക്ലാമ്പ് ചെയ്തു. ഈ രണ്ടറ്റവും ക്ലാമ്പ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായ രണ്ടറ്റത്തിൽ വൈബ്രേഷൻ ഇല്ല, അപ്പോൾ അത് രണ്ടും നോഡാണ്. നമ്മൾ ഈ സ്ട്രിങ്ങിനെ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ രീതിയിൽ സ്റ്റേഷനറി വേവ് ഫോം ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും ആദ്യത്തെ രീതിയിൽ സ്റ്റേഷനറി വേവ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫോം ചെയ്യുന്ന സ്റ്റേഷനറി വേവിൻ്റെ ഫ്രീക്വൻസി നമുക്കറിയാം. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ വേവ് ലെങ്താണ്. വെലോസിറ്റി ബൈ വേവ് ലെങ്ത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം സ്ട്രിങ്ങിൻ്റെ നീളം L ആണെന്ന് വിചാരിക്കുക. സ്ട്രിങ്ങിൻ്റെ നീളം L ആണ്. അതാണ് രണ്ട് നോഡുകൾ തമ്മിലുള്ള ദൂരം. നമുക്കറിയാം രണ്ട് നോഡുകൾ തമ്മിലുള്ള ദൂരം λ/2 ആണ്. അപ്പോൾ ഇവിടെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു നോഡാണ്, ദാറ്റ് ഈസ് λ/2. അപ്പോൾ ലാംഡയ്ക്ക് നമ്മൾ എന്ത് കൊടുക്കാം? 2L എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ ആൻസർ v/2L എന്നായി. ക്ലിയർ അല്ലേ? ഇനി വെലോസിറ്റിയുടെ ഫോർമുല നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചതാണ്, ദാറ്റ് ഈസ് √T/μ എന്ന് വെച്ചാൽ. ഇനി നമുക്ക് ഫ്രീക്വൻസിയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/2L വെലോസിറ്റിക്ക് വരും T/μ എന്ന് കിട്ടി. ഈ രീതിയിലാണ് ആദ്യം ഒരു സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യാനുള്ള ചാൻസ്. അപ്പോൾ ഈ ഫ്രീക്വൻസിയെ ഞാൻ എന്ത് വിളിച്ചു? ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് വിളിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് എ സ്ട്രിങ് ക്ലാംപ്ഡ് അറ്റ് ബോത്ത് എൻഡ്സിൻ്റെ ഫോർമുല 1/2L √T/μ ആണ്. ദിസ് ഈസ് എ മിനിമം ഫ്രീക്വൻസി. ഈ മിനിമം ഫ്രീക്വൻസിയിലാണ് രണ്ട് എൻഡും ക്ലാമ്പ് ചെയ്ത സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യാനുള്ള ആദ്യത്തെ പോസിബിലിറ്റി. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഒരു പോസിബിലിറ്റി നമ്മളിവിടെ പഠിച്ചു. ക്ലിയർ ആണല്ലോ? ഇനി സെക്കൻഡ് പോസിബിലിറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇനി അടുത്തത് എങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ നോക്കാം. ഇത് രണ്ട് നോഡാണ്, ഇവിടെ രണ്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ നോഡ് കൊടുക്കാം. ഇനി നമുക്ക് ഇതെങ്ങനെ വൈബ്രേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. വൈബ്രേറ്റ് ചെയ്യാൻ വേറൊരു പോസിബിലിറ്റി ഇവിടെ പറയുകയാണ്. ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നോഡ്, ഇത് നോഡ്. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൻ്റെ മുഴുവൻ ലെങ്ത്തും നമുക്ക് L എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ ശ്രദ്ധിച്ചോളുക, രണ്ട് നോഡുകൾ തമ്മിലുള്ള ദൂരം എത്രയാണെന്ന് പറഞ്ഞു? λ/2. ഇവിടെയും രണ്ട് നോഡുകൾ തമ്മിലുള്ള ദൂരം λ/2. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ലാംഡയാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ലാംഡയുടെ വാല്യൂ L ആണ്. ലാംഡയുടെ വാല്യൂ എത്രയാണ്? L ആണ്. നമുക്കറിയാം ഫ്രീക്വൻസി. ഓക്കെ, ഇപ്പം എങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു? ആ ഫ്രീക്വൻസി ഞാൻ n' എന്ന് വിളിച്ചു. n' ഫോർമുല എന്താണ്? v/λ. ലാംഡ എന്താണ് ഇവിടെ? L ആണ്. സോ v/L. ആരാണ് v? √T/μ. സോ ദ ആൻസർ ഈസ് 1/L ഇൻറ്റു √T/μ എന്ന് വരും. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? സോ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? ഇറ്റ് ഈസ് 1/L ഇൻറ്റു √T/μ. ഓക്കെ അല്ലേ? ദിസ് ഈസ് 2 ഇൻറ്റു n എന്ന് എഴുതാം.
കാര്യം n എത്രയാണ്? 1/12 ആണ്. അപ്പോൾ രണ്ടാമത്തെ രീതിയിൽ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ 2 ലൂപ്പുകളാണ് ഫോം ചെയ്യുന്നത്. മനസ്സിലാക്കണം, 2 ലൂപ്പ് ഫോം ചെയ്യും. ആദ്യത്തെ കേസിൽ ലാംഡ എൽ ആയിരുന്നു, ആദ്യത്തെ കേസിൽ ലാംഡ എന്ന് പറയുന്നത് 2l ആയിരുന്നു. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ λ/2 + λ/2 ആഡ് ചെയ്യുമ്പോഴാണ് ലെങ്ത് L വരുന്നത്. അപ്പോൾ രണ്ട് ലൂപ്പ് ഫോം ചെയ്യുമ്പോൾ λ = L ആണ്. അപ്പോൾ ആ സമയത്തെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/L√T/μ ആണ്. അത് 2 × n ആണ്. n എന്ന് വെച്ചാൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയാണ്. സോ 2 times the fundamental frequency. സോ വാട്ട് ഈസ് n dash? n dash is equal to 2n എന്ന് കൊടുക്കാം. സോ n dash is equal to 2 × n0 എന്ന് കൊടുത്തു. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ 2 × n എന്ന് കൊടുത്തു. ഇവിടെ നോക്കാം, സ്ട്രിങ് ക്ലാംഡ് അറ്റ് ബോത്ത് എൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. സ്ട്രിങ്ഡ് ക്ലാംഡ് അറ്റ് ബോത്ത് എൻസ്. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസീനെ n എന്ന് വിളിക്കുക. ഞാനിപ്പോൾ n0 എന്ന് വിളിച്ചു. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിനെ n0 എന്ന് വിളിച്ചു. എത്ര ലൂപ്പുണ്ട്? ഒരു ലൂപ്പ്. എന്താണ് അതിൻ്റെ ഫ്രീക്വൻസിയുടെ ഫോർമുല? സോ ഫ്രീക്വൻസി നമ്മൾ n എന്ന് കൊടുക്കാം, μ എന്നും കൊടുക്കാം, n എന്ന് കൊടുക്കാം. ഫ്രീക്വൻസി = n എന്ന് കൊടുക്കാം. n = ഫോർമുല 1/12√T/μ എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ 2 ലൂപ്പിൽ വൈബ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. നോഡ് നോഡ് നോഡ്. ദിസ് ഈസ് λ/2, ദിസ് ഈസ് ഓൾസോ λ/2. രണ്ടും കൂടി ചെയ്യുമ്പോൾ λ = L എന്ന് കിട്ടി. പുതിയ ഫ്രീക്വൻസിയെ n dash എന്ന് വിളിച്ചു. അപ്പോൾ അതിൻ്റെ ഫോർമുല 1/12√T/μ ആണ്. കാര്യം ഫ്രീക്വൻസി എന്ന് വെച്ചാൽ v/λ ആണ്. ദിസ് ഈസ് v/L ആണ്. അപ്പോൾ നമുക്ക് n dash ഇപ്പോൾ കിട്ടിയത് എത്രയാണ്? 2 × n0 എന്ന് കിട്ടി അല്ലേ? അതിനെ ഞാൻ സെക്കൻഡ് ഹാർമോണിക് എന്നാണ് വിളിക്കുന്നത്. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ ഇൻ്റഗ്രൽ മൾട്ടിപ്ലൈയൊക്കെ നമ്മൾ ഹാർമോണിക്കുകൾ എന്നാണ് വിളിക്കുന്നത്. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിളിനെ നമ്മൾ എന്ത് വിളിക്കും? ഹാർമോണിക് എന്ന് വിളിക്കും. അപ്പോൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി n0 ആണ്. രണ്ടാമത്തെ രീതിയിലുള്ള ഫ്രീക്വൻസി നോക്കിയപ്പോൾ 2n0 ആണ് കിട്ടിയത്. അതിൽ 2 എന്ന് വന്നതുകൊണ്ട് അതിനെ സെക്കൻഡ് ഹാർമോണിക് എന്ന് വിളിച്ചു. എന്ത് വിളിച്ചു? സെക്കൻഡ് ഹാർമോണിക് എന്ന് വിളിച്ചു. ഇനി 3n0 എന്നാണ് വരുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് തേർഡ് ഹാർമോണിക് എന്നാണ്. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, സെക്കൻഡ് ഹാർമോണിക് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓവർടോൺ എന്ന് പഠിച്ചു വയ്ക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഫ്രീക്വൻസിയുടെ പേരെന്താണ്? ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. അതിൻ്റെ വാല്യൂ n0 ആണ്. അടുത്തത് ഇത് ഒരു സ്ട്രിങ് 2 സ്ഥലത്തും ക്ലാമ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്ട്രിങ് ക്ലാംഡ് അറ്റ് 2 ends ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ ഫോർമുല 1/12√T/μ. ഇനി തൊട്ടടുത്ത രീതിയിൽ എങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞപ്പോൾ 2 ലൂപ്പ് വെച്ച് മനസ്സിലായി. അപ്പോൾ അവിടുത്തെ ഫ്രീക്വൻസി 2 times ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയാണ്. അതുകൊണ്ട് ആ 2 വന്നതുകൊണ്ട് അതിനെ സെക്കൻഡ് ഹാർമോണിക് എന്ന് വിളിച്ചു. സെക്കൻഡ് ഹാർമോണിക്കിൻ്റെ പേര് ഫസ്റ്റ് ഓവർടോൺ എന്നാണ്. സെക്കൻഡ് ഹാർമോണിക് ഓർ ഫസ്റ്റ് ഓവർടോൺ. അപ്പോൾ എന്താണ് ഹാർമോണിക് എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയെ നമ്മൾ ഹാർമോണിക് എന്ന് വിളിക്കും. ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയെ നമ്മൾ എന്ത് വിളിക്കും? ഹാർമോണിക് എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന ഫ്രീക്വൻസിയുടെ പേര് ഫസ്റ്റ് ഓവർടോൺ എന്നാണ്. സോ ആദ്യം ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി, അടുത്തത് എന്താണ്? ഫസ്റ്റ് ഓവർടോൺ. ഇവിടെ ഫസ്റ്റ് ഓവർടോണിൻ്റെ ഫോർമുല 2 × n0 ആണ്. അത് 2 വന്നതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സെക്കൻഡ് ഹാർമോണിക് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുക, n0യുടെ പേര് എന്താണ്? ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്നാണ്. n0യുടെ പേര് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്നാണ്. ഇനി അടുത്തത് n dash ആണ്. n dashൻ്റെ ഫോർമുല നമുക്ക് കിട്ടിയത് 2 × n0 എന്നാണ്. അതിൽ 2 വന്നതുകൊണ്ട് അതിൻ്റെ പേര് നമ്മൾ എന്ത് വിളിച്ചു? സെക്കൻഡ് ഹാർമോണിക്. ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഈസ് നോൺ ആസ് ഹാർമോണിക്സ്. സെക്കൻഡ് ഹാർമോണിക്കിനെ നമ്മൾ
ഇവിടെ വിളിക്കുന്ന പേര് ഫസ്റ്റ് ഓവർടോൺ എന്നാണ്. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി കഴിഞ്ഞിട്ടുള്ള എല്ലാത്തിനെയും നമ്മൾ എന്ത് വിളിക്കും? ഫസ്റ്റ് ഓവർടോൺ എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ? ഇനി ഇപ്പോൾ 2 രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. ഇനി മൂന്നാമത്തെ കേസ് നോക്കുക. ഇപ്പോൾ 2 ലൂപ്പിൽ ആണല്ലോ കറങ്ങിയത്. ഇനി 3 ലൂപ്പിൽ നമുക്ക് കറങ്ങാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 3 ലൂപ്പ് ഇവിടെ നോക്കുക. മൂന്ന് ലൂപ്പ്, നോഡ് 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 നോഡ്. സോ 2 നോഡുകൾ തമ്മിലുള്ള ദൂരം λ/2 λ/2 λ/2. അപ്പോൾ മൊത്തം 3 λ/2 ആണ് ഇവിടുത്തെ ലെങ്ത്. അപ്പോൾ L എത്രയാണ് ഇവിടെ? ലാംഡ എത്രയാണ് ഇവിടെ? 2L/3. ഇവിടുത്തെ ഫ്രീക്വൻസി n ആണ്. ഫോർമുല സ്പീഡ് ബൈ വേവ് ലെങ്ത്. വേവ് ലെങ്ത് 2L/3. അപ്പോൾ ആൻസർ 3v/2L എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ദാറ്റ് ഇസ് 3 × v/2L എന്ന് എഴുതാം. ഈ v/2L എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയാണ്. അപ്പോൾ 3 × n0 എന്ന് വിളിച്ചു. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? തേർഡ് ഹാർമോണിക് എന്ന് വിളിക്കും. ഇതിനെ എന്ത് വിളിക്കും? തേർഡ് ഹാർമോണിക് എന്ന് വിളിക്കും. അല്ലെങ്കിൽ ഇതിനെ എന്ത് വിളിക്കും? സെക്കൻഡ് ഓവർടോൺ എന്ന് വിളിക്കും. തേർഡ് ഹാർമോണിക് അല്ലെങ്കിൽ സെക്കൻഡ് ഓവർടോൺ എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കിവിടെ ഫ്രീക്വൻസിയുടെ റേഷ്യോ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആദ്യത്തത് n0, രണ്ടാമത്തത് 2n0 അല്ലേ, അടുത്തത് 3n0, അടുത്തത് 4n0, അങ്ങനെയായിരിക്കും. സോ 1:2, 2:2, 3:4 എന്നുള്ള രീതിയിലാണ് ഇവിടെ ഫ്രീക്വൻസിയുടെ റേഷ്യോ. സോ ഫ്രീക്വൻസിയുടെ റേഷ്യോ ഇവിടെ എന്താണ്? 1:2, 2:2, 3:4. അങ്ങനെയാണ് ഇവിടെ ഫ്രീക്വൻസികളുടെ റേഷ്യോ. ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ നമ്മൾ സ്ട്രിങ്ങിൻ്റെ 2 സൈഡിലും ക്ലാമ്പ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി സ്റ്റേഷനറി വേവിനകത്ത് P ലൂപ്പുകൾ ഉണ്ടെങ്കിൽ, P ലൂപ്സ് ആണ് ഉള്ളതെങ്കിൽ നമുക്കറിയാം 2 ലൂപ്പ് ഉള്ളപ്പോൾ ഇക്വേഷൻ എന്തായിരുന്നു? 2 × n0 എന്നായിരുന്നു. n0 എന്താണ്? 1/2L √T/μ, അല്ലെങ്കിൽ n0 ഫോർമുല v/2L എന്നാണ്. v/2L എന്നാണ്. ഇനി P ലൂപ്പാണെങ്കിൽ ഫോർമുല P × v/2L എന്നാണ്. സോ ദിസ് ഈസ് P/2L × √T/μ. ഓക്കെ അല്ലേ?